ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരാടം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പൂരാടം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളോട് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഈ പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ പൂരാടം നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2025 ആണ്ട് കഴിഞ്ഞ വർഷത്തെ 2024 സന്തോഷം കൂടുതലായിട്ട് തരുന്നൊരു വർഷങ്ങളാണ് കാണുന്നത്. സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഈ ജനുവരി ഫെബ്രുവരി മാസവും ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ദേഹ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദിനചര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ മാറ്റം വരുത്താനായിട്ട് തയ്യാറാകേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രായോഗികമായിട്ടുള്ള വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുന്നത് കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഏതൊരു കാര്യത്തിലും പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനക്ഷമത കൂടുതലായിട്ട് വരുന്നത്, അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് റിസൾട്ടുകൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ റിസൾട്ട് നല്ല ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് സാരം. നിങ്ങൾ ഒരു കാരണവശാലും ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കഴിയാവുന്ന ഈ വർഷം പണം ആർക്കും കടം കൊടുക്കാതിരിക്കുക. കൊടുത്താൽ തിരിച്ചു കിട്ടാൻ ചാൻസ് കുറവാണ്. അത് മാത്രമല്ല, ഈ കൊടുത്തവർ നിങ്ങളുടെ ശത്രുക്കളായി മാറാനുള്ള സാധ്യതയുമുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ആത്മസംഘർഷം മൂലം ചില സന്ദർഭങ്ങളിൽ മനസ്സസ്വസ്ഥമാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ചില ആൾക്കാർ ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല, എന്നാൽ കൊടുത്താൽ തിരിച്ച് കിട്ടത്തില്ല. അങ്ങനെ ഒരു സംഭവം നമുക്ക് അറിയുകയും ചെയ്യാം. മാനസികമായിട്ട് നിങ്ങൾക്ക് പിരിമുറുക്കം ഉണ്ടാവും. ഇതെങ്ങനെ ഞാൻ പറയും എന്നൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയൊക്കെ നയചാതുര്യം എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ കൊടുത്ത പണം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൊടുക്കാതിരിക്കുക ഒക്കെ നിങ്ങളുടെ മനസ്ഥിതി പോലെ ആകുക. നിങ്ങൾക്ക് തൊഴിലുമായിട്ട് അനുകൂലമായ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ സഹോദരങ്ങളിൽ നിന്നും കൂടുതലായിട്ട് സഹായം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ മാസങ്ങളിൽ. ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ചില ആൾക്കാരുടെയൊക്കെ മധ്യസ്ഥയൊക്കെ കൊണ്ടൊക്കെ തന്നെ ഒരുവിധം പരിഹരിച്ച് പോകുന്നതാണ്. ഷെയർ മാർക്കറ്റ് ബിസിനസ്, അതായത് ഓഹരി ഇടപാടുകളിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പുരാണ നക്ഷത്രക്കാർ ഒരു കാരണവശാലും ഈ സമയങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യരുത്. ഇത് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഉദ്യോഗത്തിലൊക്കെ സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കും കാലം അനുകൂലം തന്നെയാണ്. പുതിയ വ്യവസായങ്ങളൊക്കെ ഏർപ്പെടാനുള്ള സാഹചര്യം ബിസിനസ്സുകാർക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഭാവം ഗുണകരമായിട്ട് അല്ല കാണുന്നത്. ആ ബന്ധുമിത്രാദികൾ മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ വരവ് ചിലവ് കണക്കുകളൊക്കെ ഒരുവിധം തുല്യമായിരിക്കും. നിങ്ങൾക്ക് ചിലവ് എത്ര തന്നെയായാലും അതനുസരിച്ചുള്ള വരവും കൂടി വരുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ബന്ധുമിത്രാദികൾ പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒരു ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ ഉണ്ടാവും. നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും, എന്തുകൊണ്ട് അവർ ഇങ്ങനെ പെരുമാറുന്നു, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഗൃഹം മോടി പിടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. ചിലരുടെ വീടൊക്കെ റീപെയിൻറ്റിങ് അല്ലെങ്കിൽ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം കണ്ടു തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ദമ്പതിഭാവം ഗുണകരമായിട്ടാണ് കാണുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ കൂടുതൽ ദൃഢമാകുന്നതാണ്. മാനസികമായിട്ടും ഒക്കെ നിങ്ങൾ തമ്മിൽ നല്ലൊരു ഐക്യതയിൽ പോകുന്നതാണ്. ചിലർക്കൊക്കെ പൂർവിക സ്വത്തുക്കളൊക്കെ അനുഭവവേദ്യമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഈ ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ പലവിധ അപവാദങ്ങൾക്കും ആകേണ്ട അല്ലെങ്കിൽ പാത്രമാകേണ്ട സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെ ചില കഥകളൊക്കെ മെനഞ്ഞു വിടുന്നതാണ്. അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയില്ല.
അവരുമായിട്ട് തർക്കത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത്. യുക്തിപൂർവ്വം പിന്മാറുന്നതായിരിക്കും ഗുണകരം. നിങ്ങൾക്ക് മനോവിഷം ഉണ്ടാക്കുന്ന രീതിയിൽ സന്താനങ്ങൾ പെരുമാറുന്നതാണ്. മാതാപിതാക്കളുടെ കാര്യത്തിൽ സന്താനങ്ങളുടെ ഭാവം ഗുണകരമല്ല. ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ സന്താനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. എന്നാൽ രാഷ്ട്രീയക്കാർക്കൊക്കെ ഗുണകരമായിട്ട് കാണുന്നു. പൊതുരംഗത്ത് പേര് നിലനിർത്തുന്ന സൽപ്പേര് നിലനിർത്തുന്നതിന് സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് രോഗശൈലിയിൽ കിടന്നവർക്ക് മാനസികവും ശാരീരികവും ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും മാറ്റം കണ്ടു തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ. തുടക്കമായിട്ട് തന്നെ ചില അസുഖങ്ങളിൽ നിന്നൊക്കെ ചെറുതായിട്ട് മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ മാസങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ദൂരദേശത്ത് താമസിക്കേണ്ടതും അല്ലെങ്കിൽ അന്യദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടതും ധാരാളം യാത്ര ചെയ്യേണ്ടതും ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതുമായിട്ടുള്ള സാഹചര്യം കാണുന്നുണ്ട്. പൊതുവേ 2025 ഗുണഭാവമാണെങ്കിലും ജനുവരി ഫെബ്രുവരി മാസത്തിൽ അത്ര കണ്ട് ഗുണകരമല്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് ഗുണകരമാണ്. ബന്ധുമിത്ര ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെറിയ ദോഷങ്ങൾ മാനസികമായിട്ടുള്ള പരിമുറുക്കങ്ങളുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഗുണഭാവങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് നിങ്ങൾ ഗണപതി ക്ഷേത്രം ദർശിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഗണപതി ക്ഷേത്രം ദർശിച്ചിട്ട് വിഘ്നേശ്വര പ്രീതിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കറുകപ്പുല്ലാണ്. ഓരോരുത്തരുടെ ഗ്രഹനില കണ്ടിട്ട് രാശി വെച്ചിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് വഴിപാടുകൾ പറയാൻ പറ്റൂ. എങ്കിലും എല്ലാവർക്കും ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ചെയ്യാൻ പറ്റുന്ന അതും നമ്മുടെ പോക്കറ്റിൽ താങ്ങാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കഴിയാവുന്നത് നമ്മുടെ പറമ്പിലുള്ള കറുകപ്പുല്ല് തലേദിവസം പറിച്ച് വെക്കുക, നന്നായിട്ട് വാഷ് ചെയ്യുക, ശുദ്ധിയായിട്ട് ഒരു വാഴയിലയിൽ ശുദ്ധിയാക്കി ഭഗവാന് നടക്കിൽ വെക്കുക. അത് ഭയങ്കര ഗുണം ചെയ്യും നിങ്ങൾക്ക്. അത് പറ്റാത്തവർ കടകളിൽ നിന്ന് വാങ്ങിച്ച് ശുദ്ധിയാക്കി കൊടുക്കുക. 21 നാരങ്ങാമാല ചെറുനാരങ്ങ കോർത്ത് മാല സമർപ്പിക്കുക. നെയ്വിളക്കിടുക ഒക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ്, ഭഗവാൻ ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം കറുകപ്പുല്ലാണ്. അതല്ലെങ്കിൽ മോദകം ഭഗവാന് നിവേദിക്കാം, തേങ്ങ നാളികേരം നിവേദിക്കാം, പാല് നിവേദിക്കാം. ഭഗവാൻ എന്തും മനസ്സറിഞ്ഞ് കൊടുക്കുക. സർവ്വതും ഭഗവാന്റെ കാൽ കീഴിൽ വെച്ച് മനസ്സ് ശൂന്യമാക്കി അവിടെ നിന്ന് പോരുക. സങ്കടങ്ങൾ മുഴുവൻ ഭഗവാനോട് പറയുക. ഭഗവാൻ അതിന് പരിഹാരം കണ്ടെത്തിക്കോളും. ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ചെല്ലുക. ഭഗവാനിൽ ശരണം പ്രാപിക്കുക, ഭഗവാനിൽ അഭയം പ്രാപിക്കുക. ബാക്കിയെല്ലാം വിഘ്നേശ്വരൻ നോക്കിക്കോളും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാ മാസത്തെയും വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.